ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, ഞാൻ ഈ ടോപ്പിക്കിൽ ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി ആണെന്ന് അവകാശപ്പെടുന്നില്ല. ഞാൻ പറയുന്നത് ഒന്നും അൾട്ടിമേറ്റ് അതോറിറ്റി ആയിട്ടല്ല. അത് മാത്രമല്ല, ഇതിലൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനത്തെ ഒരു കേസ് ആവുമ്പം എവ്രി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ്. ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണോ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ എന്താ പറയുന്നത്, ഒരു രാജകൽപ്പന പോലെ ഇറക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ലോ ഇറക്കിയിട്ട് നമ്മൾ പറയുക ഇങ്ങനാണെന്ന് പറയുന്ന പോലെ ഇതിന് ഒരു ഫൈനൽ ഡിസിഷൻ വരുത്താൻ പറ്റത്തില്ല ഇതിനകത്ത്. സോ അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇതിന്റെ അതോറിറ്റി അൾട്ടിമേറ്റ് അതോറിറ്റി അല്ല. ബി ഇറ്റ് റിലീജിയസ് ആസ്പെക്റ്റിൽ ഞാൻ പറയുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. സയന്റിഫിക് കാര്യങ്ങളും ഞാൻ വായിച്ചതും ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇതെന്റെ വർക്ക് പ്ലേസിന്റെ എത്തിക്സോ എന്റെ വർക്ക് പ്ലേസിനെ റിപ്രസെന്റ് ചെയ്യുകയല്ല ഞാൻ. എന്റെ ചർച്ചിനെ റിപ്രസെന്റ് ചെയ്യുന്നതല്ല ഞാനിത്. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കും ഇനി ഇങ്ങനെ സംശയം കാണും ഇതിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള ഞാനിപ്പോ ഇത്രയും വെൽ ഫർണിഷ്ഡ് റൂമിൽ കോസി ആയിട്ടുള്ള ഒരു റൂമിൽ ഇരുന്ന് എനിക്ക് എന്ത് വേണേലും ഇവിടുന്ന് വിളമ്പാം. പക്ഷെ ഇത് ശരിക്കും അനുഭവിക്കുന്ന ഒരു കൂട്ടമുണ്ട് നാട്ടില്. LGBTQ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവർ ഇതിനകത്ത് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അവരാണ് ഇതിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയണം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരാളുമായിട്ട് ഇരുന്ന് സംസാരിക്കുക. നിങ്ങൾ ഇപ്പം ഈ കമ്മ്യൂണിറ്റിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ ക്രിസ്ത്യൻ ആണ്, അപ്പൊ നിങ്ങളുടെ ഓർഡെയിൻ മിനിസ്റ്റർ കാണും, ഒരു ബിഷപ്പ് കാണും, പാസ്റ്റർ കാണും. പല പാസ്റ്റേഴ്സും തിയോളജിയുടെ കൂടെ തന്നെ സൈക്കോളജിയും പഠിച്ചിട്ടുള്ളവർ കാണും. പല പാസ്റ്റർ അമ്മാവന്മാർ അല്ലെങ്കിൽ മസ്കിയാമ്മമാർ ഇതിനെക്കുറിച്ച് പഠിച്ചവരുണ്ട്. അപ്പൊ അവരെ സമീപിക്കുക, അവരോട് സംസാരിക്കുക, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറയാ. ഇല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുക. ഇപ്പം ഇവിടെ ഞാൻ പറയുന്നതിനെ ഒരു ഡയഗ്നോസിസ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ അൾട്ടിമേറ്റ് റിലീജിയസ് റൂളിംഗ് ആയിട്ട് എടുക്കുക ആരും ചെയ്യരുതെന്നാണ് എനിക്ക് ആദ്യം പറയുന്നത്. ഒരു ഡിസ്കഷൻ, ഇതിനെ എങ്ങനെ നമുക്ക് ടാബു ഇല്ലാതാക്കിയിട്ട് ഇതിനെ എങ്ങനെ നമുക്ക് സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഇതിനെ അമർത്തി പറയാനോ ഇതിനെ ഇതിനെ അഗെയിൻസ്റ്റ് പറയാനോ ഇതിനെ ഫോർ പറയാനോ അല്ല ഞാനിവിടെ വന്നിട്ടുള്ളതെന്ന് ആദ്യം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഇനിയും ടോപ്പിക്കിലേക്ക് കിടക്കാം. ടോപ്പിക് ഇൻട്രൊഡക്ഷൻ എന്താണ്, വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് വെൻ വി സേ LGBTQ കമ്മ്യൂണിറ്റി. LGBT കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ആക്രണിമാണ്. LGBTQ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 99% ആൾക്കാർ ഇത് കേൾക്കുന്നവർക്കും ഇത് അറിയാം എന്താണ്. ജസ്റ്റ് ആ ഒരു പേഴ്സണിന് വേണ്ടി ജസ്റ്റ് ഞാനൊരു ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് പറഞ്ഞ് നമുക്ക് ഈ കാര്യം ആദ്യം ഇൻട്രൊഡക്ഷൻ തീർക്കാം. LGBTയിൽ ആദ്യത്തെ ലെറ്റർ L ആണ്. ലെസ്ബിയൻസ്. ലെസ്ബിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫീമെയിലിന് മറ്റൊരു ഫീമെയിലിനോട് അട്രാക്ഷൻ തോന്നുന്നു. ഞാൻ താഴോട്ട് വരുമ്പോഴും ഹോമോസെക്ഷൽസ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ വാക്കിനോട് അല്പം അകൽച്ച പാലിക്കുന്നതാണ്. എൻ്റെ ക്ലയൻസിനോട് ഞാൻ അങ്ങനെ, കാരണം ഇത് സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കിടക്കമുറി, ഒരു ബെഡ്റൂമിലേക്ക് ഇതിനെ ഒതുക്കി കളയുന്ന ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും ഇതിനെ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ. അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി തന്നെ ഇതിനെ പ്രണയം എന്നുള്ള വാക്കാണ് ഞാൻ കൂടുതലും എൻ്റെ ക്ലയൻസിനോടാണേലും പേഴ്സണൽ ലൈഫിലാണേലും ഞാൻ പ്രണയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പം ഒരു സ്ത്രീക്ക് മറ്റുള്ള സ്ത്രീയോട് തോന്നുന്ന അട്രാക്ഷൻ അല്ലെങ്കിൽ പ്രണയം, അതാണ് ലെസ്ബിയൻ തോട്ട് കൊണ്ട്, ലെസ്ബിയൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗേ അല്ലെങ്കിൽ കോമൺലി ഹോമോസെക്ഷൽസ് എന്ന് യൂസ് ചെയ്യുന്ന വേർഡും ഒരു പുരുഷൻ ബൈ ബർത്ത് പുരുഷനാണെന്ന് പറയുന്ന ആളും പുരുഷനായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ആളിനും മറ്റൊരു പുരുഷനോട് തോന്നാവുന്ന അട്രാക്ഷൻ ആണ് ഗേ. ബൈസെക്ഷൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബൈസെക്ഷൽ ആൻഡ് പാൻസെക്ഷൽ എന്നും കൂടി ഇത് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു പോകാം. ബൈസെക്ഷൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജെൻഡറിലുള്ള ആൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ജെൻഡേഴ്സിനോടും തോന്നാവുന്ന ഒരു അട്രാക്ഷൻ. മെന്നിനോടും തോന്നാം, വിമനോടും തോന്നാം. ഒരു ബൈസെക്ഷൽ കുറച്ചുകൂടി എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് പഴയ ടേമായി പോയി. ഇപ്പൊ ജെൻഡർ ബൈനറി അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലമാണ്. അപ്പം ബട്ട് സ്റ്റിൽ ഫോർ ദ സേക്ക് ഓഫ് ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ബൈസെക്ഷൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ജെൻഡേഴ്സിനോടും ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ ആണ്. ട്രാൻസ്ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് LGBT കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. ജനിക്കുമ്പം ഉണ്ടാകുന്ന ഒരു നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ ഒരു ജെൻഡർ നമ്മൾ
പിള്ളേർക്ക് കൊടുക്കും. ഞാൻ ഡൽഹിയിൽ കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഗൈനിയിലും കുറെ നാൾ ജോലി ചെയ്തു. അപ്പം ഗൈനിയിൽ നമ്മൾ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സീനിയേഴ്സ് നമ്മളോട് പറഞ്ഞു വെക്കും, പെൺകുഞ്ഞാ ജനിക്കുന്നെങ്കിൽ മേക്ക് ഷുവർ അമ്മ ജനനേന്ദ്രിയം കണ്ടിട്ട് പെണ്ണാന്ന് പറയണം, വെർബലി അമ്മ പറയണം. കാരണം കേസുകൾ ഉണ്ടായിട്ടുണ്ട്, പെണ്ണല്ലായിരുന്നു ആൺകുഞ്ഞായിരുന്നു നിങ്ങൾ വിറ്റതാന്നൊക്കെ പറയുന്നത്. നോർത്തിൽ വളരെ കേസുകൾ ഉണ്ടാവും അങ്ങനത്തെ. അപ്പം ആ ഡോക്ടർ കാണിക്കുമ്പോൾ അമ്മ എന്താണോ പറയുന്നത്, ഡോക്ടർ പറയുന്നതല്ല, എന്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഡോക്ടർ പറയുന്നതല്ല, അമ്മ ജനനേന്ദ്രിയം കണ്ടിട്ട് എന്ത് പറയുന്നു ആ ജെൻഡറിനോട് ഐഡന്റിഫൈ ചെയ്യാതെ മറ്റൊരു ജെൻഡർ, ഒരു സ്ത്രീയായിട്ട് ഒരു പെണ്ണായിട്ട് ജനിച്ച ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു ഇത് പെണ്ണാണ്, പെണ്ണായിട്ട് വളർത്തുന്നു, ഒരു സർട്ടൺ ഏജ് എത്തിക്കഴിയുമ്പോൾ, മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോൾ ആ കുട്ടിക്ക് തന്നെ തോന്നുവാണ് ആ കുട്ടി പെണ്ണല്ല എന്നുള്ളത്, ഒരു ബോയ് ആണ്, ഒരു ബോയിഷ് ഫീലിംഗ് ഉണ്ട്. അങ്ങനെ അതിനെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിനകത്തെ വേർഡ് ക്യൂ ആണ്, ക്യൂയർ. ക്യൂയർ ആൻഡ് ക്വസ്റ്റ്യനിങ് രണ്ടും ക്യൂവിന്റെ അണ്ടറിൽ വരും. ചോദ്യം ചെയ്യുന്നവർ, അവര് ഇപ്പോഴും പാകതയിൽ എത്തി, പാകത മേ ബി ഇറ്റ്സ് എ റോങ് വേർഡ്, അവർക്ക് ഇപ്പോഴും ഡിസിഷൻ മേക്കിംഗ് ആയിട്ടില്ല. അവർ എന്താണ് അവരുടെ ആഗ്രഹം, എന്താണ് അവർ ചെയ്യുന്നത്, അല്ലെ അവർക്ക് എന്താ വേണ്ടിയെന്ന് ഇതുവരെ അങ്ങോട്ട് ആ ഫുൾനെസ്സിലേക്ക് അവർ എത്തിയിട്ടില്ല എന്ന് വേണേൽ പറയാം. ക്വസ്റ്റ്യനിങ് ഗ്രൂപ്പിലുള്ളവർ. ക്വിയർ കൊണ്ട് ഉദ്ദേശിക്കുന്ന, ക്വിയർ ഒരു വളരെ ഒരു നല്ല ടേം ആയിട്ട് ഒറിജിനേറ്റ് ആയപ്പോൾ ഇതിനൊരു വളരെ ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഇതിനൊരു ഒരു പോളിഷ്ഡ് ടേം, ഈ LGBTQI എന്ന് പറയുന്ന ഫുള്ള് ഗ്രൂപ്പിനും ഏകദേശം ഒരു അംബ്രല്ല ടേം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ക്വിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇംഗ്ലീഷ് ഡെഫിനേഷൻ എന്ന് വെച്ചാൽ നോട്ട് ഐഡന്റിഫൈങ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് ജെൻഡർ നോംസ്. നമ്മുടെ സമൂഹത്തിലുള്ള ഈ ജെൻഡർ നോംസ്, ഇതൊരു പുരുഷനാണ്, പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം, ഇതൊരു സ്ത്രീയാണ്, സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, ഒരു എന്താ പറയുന്നത്, ഒരു പൊതുവെ ഒരു ധാരണ ഉണ്ടല്ലോ സമൂഹത്തിന്, എല്ലാ സമൂഹത്തിനും ഉണ്ട്. യൂറോപ്യൻ കമ്മ്യൂണിറ്റിന്റെ അവരുടേതായ ഒരു ധാരണയുണ്ട് പുരുഷന്മാരെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച്, സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അതിനോട് ഐഡന്റിഫൈ ചെയ്യാത്ത ആള് ആണ് ക്വിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വിയർ മീൻസ് നോട്ട് സ്ട്രെയിറ്റ് എന്നേ ഉള്ളൂ അർത്ഥം. ഇന്നത്തെ ജനറേഷൻ അതിനെ പലപ്പോഴും ഉപയോഗിക്കുന്നത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാൾ ഗേ ആന്ന് പറയുവാണ്, ലെസ്ബിയൻ ആന്ന് പറയുവാണെങ്കിൽ അതിന് വളരെ ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട്. വളരെ ആൾക്കാർ അതിനൊരു പുച്ഛിച്ച് കാണുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിനെ ഒരു പോളിഷ്ഡ് ടേം ആയിട്ടാണ് ഇപ്പോൾ പലരും അതിനെ യൂസ് ചെയ്യുന്നത്. ക്വിയർ ഒരു അംബ്രല്ല ടേം ആണ്. ഇനി ഇതിനകത്ത് ബാക്കിയുള്ളത് ഇന്റർസെക്സ്. ഇന്റർസെക്സ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. മിശ്രലിംഗം എന്നാണ് മലയാള വാക്യത്തിന്റെ. ആ കുട്ടികൾ ജനിക്കുന്നതേ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ളതാണ്, മെയിലും ഫീമെയിലും അല്ലാത്ത, അല്ലെങ്കിൽ രണ്ടും ഉള്ളത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ജനിക്കുന്നവരാണ് ഇന്റർസെക്സ് അല്ലെങ്കിൽ മിശ്രലിംഗക്കാര്. നമ്മൾ LGBTQI ഒക്കെ വരെ ഇപ്പൊ ആൾക്കാർ എത്താറുള്ളൂ. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്, എ എന്ന് പറയുന്ന ഭാഗം. അവരെ പറയുന്നത് എ സെക്ഷുവൽ അല്ലെ എ റൊമാൻറ്റിക്. അവർക്ക് ഒരു ജെൻഡറിനോടും സെക്ഷുവൽ താല്പര്യം തോന്നാറില്ല. അവർക്ക് പാർട്ട്നേഴ്സ് ഉണ്ടാകാറുണ്ട്, അവർ കല്യാണം കഴിച്ച് ജീവിക്കാറുണ്ട്, പക്ഷെ ഒരു സെക്സിനോടുള്ള ഒരു ഡ്രൈവ്, ഒരു മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന ഒരു ഡ്രൈവ്, അല്ലെ അവരുടെ ഫാമിലിയിലുള്ള മറ്റുള്ള ഡ്രൈവ് ഇവർക്കില്ല. അതാണ് എ സെക്ഷുവൽ അല്ലെങ്കിൽ എ റൊമാൻറ്റിക് എന്ന് വെച്ചാൽ അവർക്ക് റൊമാൻറ്റിക് ഫീലിങ്സ് ഇല്ല ആരോടും എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വളരെ പുതുതായിട്ട് ചേർത്ത ഒരു ടേമും കൂടെ ഉണ്ട്, പ്ലസ് എൻഡില് സൈൻ, പ്ലസ് സൈൻ. എന്റെ അഭിപ്രായത്തിൽ പലപ്പോഴും പ്ലസ് എന്നുള്ളത് വെച്ചിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് മൈനോറിറ്റി ഗ്രൂപ്പ് ആകാതിരിക്കാനാണ്. ഇതിലേക്ക് ലിംഗ ന്യൂനപക്ഷങ്ങളെ എല്ലാരെയും ഉൾപ്പെടുത്താൻ കഴിയും. ശാസ്ത്രം എപ്പോഴും വളരുന്ന ഒരു ഇതാണ്. ശാസ്ത്രത്തിന് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നിട്ട് പറയാൻ പറ്റത്തില്ല ഇതാണ് കംപ്ലീറ്റ് സയൻസ്, ഇതോടെ എല്ലാ സയൻസും നിങ്ങൾക്ക് അറിയാമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഓപ്പൺനെസ് വരാൻ വേണ്ടി ഒരു പ്ലസ്, അതിൽ ബാക്കി എല്ലാ ജെൻഡർ ഐഡന്റിറ്റീസും സെക്ഷുവൽ ഐഡന്റിറ്റീസും എല്ലാം വരുത്താൻ പറ്റുന്ന ഒരു ടേം ആയിട്ടാണ് ഞാൻ ഇതിനെ പ്ലസ് ആയിട്ട് കാണുന്നത്. ഇതാണ് LGBTQ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ടായിട്ട് പറയാം. ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഇനി കുറെ ഡീറ്റെയിൽ ആയിട്ട് പറയാം.